ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ കുറച്ചായിട്ടുണ്ട് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ബ്ലോഗ് ചെയ്തിട്ട് അല്ലേ. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചൊരു പേഴ്സണലായിട്ടും നിങ്ങളോടൊക്കെ പറയാൻ പറ്റാത്തൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റാത്ത അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഇതിൽ ഇട്ടിന്ന്, പക്ഷേ നമ്മൾ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന്, ഒരുപാട് ആളുകളൊക്കെ കുറച്ച് വിട്ടുപോയിട്ടുണ്ടാവും കാണാതൊക്കെ, കാരണം നമ്മൾ വീഡിയോ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കാണാതിരിക്കരുത്. അപ്പോൾ മുത്തുമില്ല, കുട്ടിമോനില്ല. മുത്തു ക്ലാസ്സിന് വയ്ക്കണ്. കുട്ടിമോന് എന്തോ ഫ്രണ്ടിന്റെ കല്യാണം, വീട്ടിലൊരു കല്യാണം ഉണ്ട്. അപ്പൊ അങ്ങോട്ട് വയ്ക്കണേ. ഈ കാണുന്ന ആൾക്കാരുള്ളൂ അലമ്പുകള്. ഉണ്ട്. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയ അറിയില്ല. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയ 3 ഉണ്ട് ഇവിടെ. അതെ, ഇവിടെ ഞങ്ങള് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അനിയന്റെ മകളാണ്, ഞങ്ങളെ മോളിട്ടിയാണ്, ഞങ്ങളെ മോൾ തന്നെയാണ്. ആ, അപ്പോ ഇന്ന് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ എന്റെ വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് പറയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വന്നതാണ്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഞങ്ങൾ ശരിക്കും ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പള്ളിപ്പുറം എന്ന് പറയും, പാലക്കാട് ഡിസ്ട്രിക്ട് തിരിയാപ്ര അഞ്ചുമൂല എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ വീട്, മാളുവിൻ്റെ വീട് ഇവിടെ തന്നെയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ കുറേ വിശേഷങ്ങൾ, അതായത് നമ്മൾ പള്ളിപ്പുറം ഭാഗത്തെ കുറേ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. റെഡി ആയിട്ടില്ല, പക്ഷെ ഇൻഷാല്ല ഉടനെ നമുക്ക് ചെയ്യണം. അത് നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ഞങ്ങളുടെ നാട്, അതായത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഒക്കെ ജനിച്ചു വളർന്ന ഞങ്ങളുടെ നാട് തിരിയാപ്ര, പാലക്കാട് ഡിസ്ട്രിക്ട് തിരിയാപ്ര അഞ്ചുമൂലയിലാണ്. അവിടുത്തെ ഭാഗങ്ങൾ കാര്യങ്ങൾ, അവിടെ നിന്ന് എങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ ഈ കുറുക, അതായത് ചെറുശോല കാക്കാത്തരം ഭാഗത്ത് നമ്മൾ എങ്ങനെ എത്താനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞങ്ങളോട് കാണിക്കും. ഇൻഷാല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വൈകാതെ തന്നെ ചെയ്യും, അങ്ങോട്ടൊക്കെ പോയിട്ട്. പിന്നെന്താ പറയാനുള്ളത്? അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഒരു സ്ഥലം വരെ പോവാൻ നിക്കണല്ലേ, അവിടെ ഉമ്മാനൊക്കെ വിളിച്ച് കോടൂര്. അപ്പൊ അതിനുള്ളൊരു മനസ്സ് പോണം, എടുക്കും വേണം. പക്ഷെ അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ട് നാളെ ഇടണ്ടിട്ടാ, കാരണം അവിടെ നല്ല രസമാണ്, നല്ല കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പാലക്കാട് സ്റ്റൈലിലുള്ള. ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ വല്യമ്മാനായിട്ട് പോയതാണ്. എത്ര വർഷമായി കാണും പോയിട്ട്? ഇപ്പോ എന്റെ കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞിട്ട് 19 കൊല്ലം. അപ്പോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങക്ക് 4 കുട്ടികളാണ്. ഇത് രണ്ടും താഴെയുള്ളത്, ഇതിന്റെ മൂത്ത് 2 കുട്ടികളുണ്ട്. പറഞ്ഞ ക്ലാസ് പോയി തന്നെ. ഇത് ഇവരെ അനിയന്റെ ഇളച്ചന്റെ മോളാണല്ലേ, മോനല്ലേ? ഇവൾക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്യാന്, ഷോർട്സ് എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യം. അമ്മ ഷോർട്സ് എടുക്കുമ്പോ കൂടുതൽ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവില്ല, വീടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്, മുറ്റത്ത് തന്നെയാണ്. അപ്പോ ഞങ്ങളെ വിശേഷങ്ങൾ തന്നെ, ഞങ്ങൾ 4 ആളാണ്. ഞങ്ങള് 4 ആൺകുട്ടികളാണ്, പെൺകുട്ടികൾ. ഏതാണ് എന്റെ പെൺകുട്ടി? അങ്ങനെ ഞങ്ങള് 5 ആളാണ്, 6 ആള് അല്ലേ. പിന്നെ അപ്പൊ എന്റെ വല്യമ്മ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അങ്ങനത്തെ ഒരു സ്ത്രീ ദുനിയാവിലുണ്ടാവില്ല അല്ലേ. അങ്ങനത്തെ ഒരു വല്യമ്മ ഭയങ്കര, നമ്മള് പറയുമ്പോ അങ്ങനത്തെ ഒരു വല്യമ്മ ദുനിയാവിൽ ഉണ്ടാവൂല. ഒരു മനുഷ്യന് അല്ലേ ഉപകാരം എന്ന് വെച്ചാൽ അങ്ങനത്തെ. ഒരു ദിവസം വല്യമ്മ ഞങ്ങൾ താത്താന്ന് വിളിക്കുക. ഒരു ദിവസം ഇതേമാതിരി യാചിക്കാൻ നടക്കുന്ന നമ്മളെ യാചകര് വന്നപ്പോൾ കയ്യിലൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് വീട്ടിനകത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ചട്ടിപ്പാത്രം വരെ എടുത്തു കൊടുത്തെന്നാ പറയുന്നത്. അതെ, ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം വിളമ്പി തരിക. അങ്ങനെ എല്ലാരും വീട്ടിലും ഭയങ്കര എന്താ പറയാ, അതുകൊണ്ട് എളുപ്പം പഠിച്ചവൻ കൊണ്ടുപോയി. വല്യമാരുടെ നാട്ടിലേക്ക് പോവാൻ നിക്കാണ്. അങ്ങനെ പോവാൻ കഴിഞ്ഞില്ല. അപ്പൊ ബാവ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ബാവണെ കൊണ്ട് കാണിച്ചു കൊടുക്കും വേണം. പിന്നെ എനിക്കറിയാം എന്റെ ഉമ്മാന്റെ വല്യമാന്റെ അനിയത്തിനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട ഓർമ്മയാണ്. പക്ഷെ ഇപ്പൊ അടുത്തൊന്നും വലിയതായതിന്റെ ശേഷം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അതിനെ കാണാൻ ഭയങ്കര ആഗ്രഹം. നമ്മള് സുഖമില്ലാതെ ഇരുന്നിട്ട് പിന്നെ പോയി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടാവുമ്പോഴല്ലേ ഒരാളെ പോയി കാണേണ്ടത് നമ്മള്. പിന്നെ വയ്യാതായി സുഖമില്ലല്ലോ, നമ്മളൊന്ന് പോയി കാണുക എന്ന് പറയുമ്പോ ഒരു രസമില്ലാത്ത ഏർപ്പാടാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോവാൻ നിക്കാണ്. അപ്പൊ ഓള് ഉമ്മാക്ക് വിളിച്ചുകൊണ്ട് റെഡി ആയി നിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മമ്പേരിയാണ് അനിയത്തിന്റെ വീട് അല്ലേ. അവളോടും പറഞ്ഞിട്ടുണ്ട്. അവര് ഓരോ വണ്ടിയിൽ അങ്ങോട്ടും വരും. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ പോയി അവിടെ ഒക്കെ ഒന്ന് കണ്ടു പോരാ, നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ ഞങ്ങളെ സഹായിക്കുക എന്നുള്ളത് വീഡിയോ കാണുക, ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോ എന്താ പറയാ നമ്മളെ പൈസ ഒക്കെ കിട്ടൽ തുടങ്ങിയില്ല. അതെ. അപ്പൊ ഞങ്ങൾ ഇത്രയും എങ്ങനെയാണ് കുറച്ചെങ്കിലും ഒരു നിലയിൽ എത്താൻ പറ്റിയത്, നിലയിലല്ല ഇത്രയും എത്തിക്കാൻ പറ്റിയത് നിങ്ങളെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ്. ഇനിയും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ അല്ലേ അധികം വരില്ല, ഒരു 5-8 ദിവസം ഒന്നും നമ്മൾ വീഡിയോ ഇട്ടുണ്ടാവില്ല, അത്രയല്ലേ ഉള്ളൂ. 8 ദിവസമൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല. പിന്നെ അതിന്റെ ഇടക്കൊക്കെ വേറെ വീഡിയോ ഇടലുണ്ട്. ഇടലുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ലേറ്റ് ആയതും. കാരണം മാളു ഫുൾ സെറ്റപ്പിൽ സംഘത്തിൽ നിന്നാലേ, കാരണം ഇവളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വീഡിയോ കൂടുതൽ എടുക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്യുക. എല്ലാവർക്കും ഇപ്പൊ കുട്ടികൾക്ക് അറിയാം, പക്ഷെ അവളത്ര തന്നെ അറിയില്ല. അതെ, അതിന്റെ അത്ര ഇതിങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ അവൾക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കുട്ടന്മാരും കുട്ടികളൊക്കെ ഇവിടെ എല്ലാരും ഉണ്ട്. ഞങ്ങൾ സ്ഥിരം ഞങ്ങളെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് ഞങ്ങളെ വ്ലോഗ് എന്നും ഉണ്ടാവട്ടെ. മോളുടെ എന്താ പറയാനുള്ളത്? വലിയ ഉറപ്പില്ല. ഒരു പല്ല് പോയിട്ടുണ്ട് ഇവിടെ അല്ലേ? അത് വരാനായിക്കണ അഭിമാനത്തിൽ ഒറ്റൊന്നും പോയിട്ടില്ല എന്നുള്ള അഭിമാനത്തിൽ. ഇവന്റെ ഇളയതാണ് ഇവള്. ഇവള് പല്ല് പറഞ്ഞു വന്ന് പിന്നെ ഒന്നും കൂടി എനിക്ക് 7 വയസ്സായി, ഒറ്റ പല്ലും പറഞ്ഞിട്ടില്ല. എത്ര പല്ലുണ്ട്? 32 പല്ലുണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ട് വേണം അല്ലേ എല്ലാരും. പിന്നെ വേറെന്താ പറയാനുള്ളത്? അപ്പൊ ഞങ്ങൾ അങ്ങനെ കോടൂര് ഞങ്ങൾ അങ്ങനെ പോവാൻ നിൽക്കണ്. പക്ഷെ അവിടുത്തെ വീഡിയോ നാളെ ഇടും അല്ലേ? വീഡിയോ ഇടും. നല്ല രസമാണ് ആ ഭാഗങ്ങളൊക്കെ കാണാൻ. കൊറേ ദിവസമായില്ലേ ഞങ്ങള് കണ്ടിട്ട്. അവിടെ കുഞ്ഞോനവിടെ കണ്ടിക്കണോ? കണ്ടിട്ടില്ലല്ലോ, കാടുണ്ടാന്ന്. ഇവളെ ഇവിടെ കുഞ്ഞോനെ 40 പല്ലുണ്ട്. കുഞ്ഞോനെ ഇത് പൊന്നോന്നും വിളിക്കും, മോൾട്ടിന്നും വിളിക്കും അല്ലെ? ഇതിനും പൊന്നോന്ന് വിളിക്കും കേട്ടാ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഇവൾക്ക് ഒരു ഏടത്തിണ്ട്, അതുപോലെ തന്നെ ഒരു ആങ്ങള ഉണ്ട്, 4 പിന്നെ ഇവിടെ ഏടത്തി ഇപ്പൊ പ്രസവിച്ച് കിടക്കാണ് ഞങ്ങളെ സെറിക്കുട്ടി അല്ലേ? നമ്മളെ സെറിക്കുട്ടി. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അവ ജസ്റ്റ് വീട്ടിലിരുന്ന് ചെറിയൊരു വ്ളോഗ് എടുത്താണ്. എന്നും ഞങ്ങൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങള് സപ്പോർട്ട് വേണം, ഞങ്ങളെന്നും കാണണം അല്ലേ? അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ എന്താ പറയാനുള്ള പൊന്നോ? പറയാനുള്ള എന്താ? അപ്പൊ നിങ്ങൾ പരമാവധി വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ പറയും. അപ്പൊ ഇവള് കൊറേ ഷോർട്സിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ഷോർട്സിലുണ്ട്, നാളത്തെ ഷോർട്സിലുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങനെ പോവാൻ നിക്കാണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള്. നിങ്ങൾക്കും അല്ലെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങള് കമന്റിലൂടെ ഒക്കെ നിങ്ങൾ ഇതൊക്കെ അറിയിക്കൊണ്ട്, അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കൊണ്ട്. നല്ലതായാലും ചീത്തയായാലും കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പോയി വരാം. ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.